നാടിനെ നടുക്കിയ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് തൂക്കുകയർ. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് കെന്നത്ത് ജോർജാണ് വിധി പറഞ്ഞത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ലെന്നും കോടതി പറഞ്ഞു. പ്രതി 20 ലക്ഷം പിഴയും അടയ്ക്കണം. ഭാവഭേദമില്ലാതെയാണ് ചെന്താമര വിധി കേട്ടത്. അതിവേഗം കുറ്റപത്രം സമർപ്പിച്ചതിന് ഡിവൈഎസ്പിയെയും സംഘത്തെയും കോടതി അഭിനന്ദിച്ചു. നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പ്രതികരിച്ചു. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു, അതേപോലെ ഇതാക്കി. ഇപ്പോഴും അയാൾക്ക് ഒരു മുഖഭാവം മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അയാൾക്ക് ഇതിലൊന്നിനും പേടിയില്ല. അപ്പോൾ എന്തായാലും വധശിക്ഷ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അയാൾ അനുഭവിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. തൂക്കുകയറ് കൊടുത്ത് എന്തായാലും അപ്പീൽ പോയാൽ നമ്മളും അപ്പീലിന് പോകും. ഒരാളിങ്ങനെ ഇതാക്കിയിട്ട് വെളിയിൽ വരാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നോക്കും. പിന്നെ അച്ഛൻ്റെ എല്ലാവരുടെ ഓർമ്മ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോകണില്ല. ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ പോണതും. ഞങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല. ഇക്ബാൽ അർക്കിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഇക്ബാൽ, ക്രൂരതയ്ക്കുള്ള തൂക്കുകയറാണ് വിധിച്ചിരിക്കുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ ആ പ്രതികരണം കേട്ടതിൽ ആ 2 പെൺകുട്ടികൾ ഇപ്പോഴും ഭയത്തിലാണ്. അവരുടെ സംസാരത്തിൽ പോലും ആ ഭയമുണ്ട്. ആ ആൾ ഇനിയും പുറത്തിറങ്ങിയാൽ എന്താകുമെന്നുള്ളത് നമുക്കറിയാം. അയാൾക്ക് ഒരു ഭാവഭേദവുമില്ല ഈ വിധി കേട്ട ശേഷവും എന്നുള്ളതാണ്. താൻ ചെയ്ത കുറ്റത്തിൽ ഒരു പശ്ചാത്താപവും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ആ ക്രൂരതയ്ക്കാണ് ഇന്നിപ്പോൾ വിധി വന്നിരിക്കുന്നത്. ശ്രുതി, തീർച്ചയായും ഒരു സംശയത്തിന് പുറത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കൊടും ക്രിമിനലായിട്ടുള്ള ചെന്താമരയ്ക്കാണ് ഇപ്പോൾ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തൂക്കുകയർ തന്നെ ശിക്ഷയായി വിധിച്ചിരിക്കുന്നത്. ഈ കേസിൽ വലിയ രീതിയിലുള്ള സാക്ഷി വിസ്താരവും അതുപോലെ തന്നെ മറ്റു നടപടികളും എല്ലാം പൂർത്തിയായതിനു പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഈ ചെന്താമര കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ഇപ്പോൾ അതിനുശേഷം വാദങ്ങൾ തുടർന്നെങ്കിലും ഇപ്പോൾ കോടതി പ്രതിക്ക് ഈ കൊലക്കുറ്റത്തിനുള്ള പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുന്നു. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. മാത്രമല്ല, പ്രതി മാനസാന്തരപ്പെടാൻ യാതൊരു രീതിയിലുള്ള സാധ്യതയുമില്ല. ഈ പ്രതിയെ പുറത്തേക്ക് വിട്ടാൽ വലിയ രീതിയിൽ സമൂഹത്തിന് ആപത്താണ് എന്ന രീതിയിലുള്ള പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസിൽ പ്രതിക്ക് പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ജഡ്ജായിട്ടുള്ള കെന്നത്ത് ജോർജ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതിക്ക് മാനസികമായി തകരാറുകളില്ല. കൊലക്കുറ്റം തെളിഞ്ഞതിനാലാണ് പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നൽകുന്നത്. വഴി തടഞ്ഞു നിർത്തിയതിന് 1 മാസത്തെ ജയിൽവാസമുണ്ട്. കൊലപാതകം പ്രതി തുടർച്ചയായി ന്യായീകരിച്ചു. അതിനോടൊപ്പം തന്നെ പ്രതി കൊലപാതകത്തിന് വ്യക്തമായി തന്നെയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയെന്നുള്ളത് സാക്ഷിമൊഴികളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് തെളിവുകളിൽ നിന്നും വ്യക്തമായി. ഇതിനെല്ലാം അടിസ്ഥാനത്തിലാണ് പ്രതിക്ക് കൊലക്കുറ്റത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് കോടതി. മാത്രമല്ല, 20 ലക്ഷം രൂപ പിഴയായി ചെന്താമരയിൽ നിന്നും ഈടാക്കാനും കോടതി ഇപ്പോൾ വിധിച്ചിട്ടുണ്ട്. പ്രതിയുടെ വീട് ഭാര്യയുടെ പേരിലായതുകൊണ്ട് തന്നെ പിഴത്തുക നൽകാൻ സർക്കാർ കൂടി ഇടപെടണം. കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് സർക്കാർ സംരക്ഷണം ഒരുക്കണം. ഇനി ഒരു പക്ഷേ പ്രതിക്ക് ഏതെങ്കിലും രീതിയിൽ പരോള് നൽകേണ്ടി വന്നാൽ ആ സമയത്ത് ഈ കേസിലെ സാക്ഷികൾക്കും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്കും വലിയ രീതിയിലുള്ള സുരക്ഷ ഉറപ്പാക്കണം. 58 ദിവസം കൊണ്ട് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും അന്നത്തെ ആലത്തൂർ ഡിവൈഎസ്പി ആയിട്ടുള്ള എൻ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കോടതിയിൽ നിന്നും അഭിനന്ദനം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പോലീസിന്റെ നേതൃത്വത്തിൽ കൃത്യമായി തന്നെ എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയത് കൊണ്ടാണ് പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നിലവിൽ പ്രതിയെ മറ്റു നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്നും കോടതിയിൽ ഹാജരാക്കുമ്പോഴും അതിനുശേഷം പിന്നീട് വധശിക്ഷ ആണ് ഈ പ്രതിക്ക് എന്ന് കോടതി പ്രഖ്യാപിച്ചപ്പോഴും ചെന്താമരയുടെ ഭാഗത്ത് യാതൊരു രീതിയിലുള്ള ഭാവ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. നേരത്തെ കോടതിയും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും എല്ലാം കണ്ടെത്തിയിട്ടുള്ളതും ഇയാൾക്ക് ഒരു കുറ്റബോധവുമില്ല, പശ്ചാത്താപവുമില്ല. ഇയാൾ ചെയ്ത തെറ്റ് ന്യായീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഇയാളെ പുറത്തേക്ക് വിട്ടാൽ അത് ഒരുപാട് പേരുടെ ജീവന് ആപത്താണ്. പ്രത്യേകിച്ചും ചില സാക്ഷികൾ, അതായത് ഈ കേസിലെ പ്രധാന സാക്ഷിയായിട്ടുള്ള പുഷ്പ അതുപോലെ തന്നെ ശിവരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ പ്രതിയുടെ ഭീഷണിയുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇയാൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഏതായാലും ആ ആവശ്യം കോടതി അംഗീകരിച്ചുകൊണ്ട് വധശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് നൽകിയിരിക്കുന്നു. പക്ഷേ ഈ ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ പോകാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. കോടതി യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും പരിഗണിച്ചില്ല. തെളിവുകളിൽ വലിയ രീതിയിലുള്ള ആഴത്തിലുള്ള പരിശോധനകൾ നടന്നില്ല. സാക്ഷിമൊഴികൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് കോടതി കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ശിക്ഷാവിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്നുള്ളതാണ് പ്രതിഭാഗ അഭിഭാഷകനായിട്ടുള്ള ജാക്കബ് മാത്യു പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ
ഈ ചെന്താമരയുടെ ഈ ക്രൂരകൃത്യത്തിന് ഇരയായിട്ടുള്ള സുധാകരുടെയും സജിതയുടെയും മക്കൾ ഈ ശിക്ഷാവിധിയിൽ വലിയ രീതിയിൽ സന്തോഷത്തിലാണ്. കാരണം തങ്ങളുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിയും അനുഭവിച്ച ആ മരണവേദന അത് ഈ പ്രതിയായിട്ടുള്ള ചെന്താമരയും അനുഭവിക്കണമെന്നുള്ളത് ഈ ആ രണ്ട് പെൺകുട്ടികൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ്. ഏതായാലും പ്രതി ചെന്താമരയ്ക്ക് ഇപ്പോൾ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. ഏതായാലും ഈ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ചെന്താമര ഇന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരു പ്രതികരണവും നടത്താതെ പോലീസ് വാഹനത്തിലും കയറി ഇപ്പോൾ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും എന്തായാലും അയാൾ പുറത്തിറങ്ങിയാൽ ഇനിയും പലർക്കും ഭീഷണിയാണ്. ഭയത്തോടെ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നുള്ളത് കൂടിയാണ്. കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്നുമാണ്. പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ല എന്നതുകൂടിയാണ് കോടതിയുടെ നിരീക്ഷണം. വിശദാംശങ്ങളാണ് ഇക്ബാൽ അറക്കൽ നൽകിയത്.